നമസ്കാരം. നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്നും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒട്ടും സുഖകരമല്ല, അതീവ ദുഃഖകരമാണ്. അവിടെ നിന്നും പുറത്തു വരുന്ന ദൃശ്യങ്ങൾ ഭയാനകമാണ്, ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഹൈന്ദവ മതവിഭാഗത്തിൽപ്പെട്ട ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തെരുവിൽ അവരെ വേട്ടയാടുകയാണ്. അവരുടെ സ്ത്രീകളെ, സഹോദരിമാരെ ബലാത്സംഗം ചെയ്യുന്നു ഒരു വിഭാഗം അക്രമികൾ. അവരെ മുസ്ലിങ്ങൾ എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഇവിടെ ഒരു വിഭാഗം ബംഗ്ലാദേശിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ശരീഅത്ത് നിയമം നടപ്പിലാക്കുന്നതിന്റെ ആദ്യ പടിയാണ് എന്ന രീതിയിലുള്ള തെറ്റായ ചില വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. മുസ്ലിം സമൂഹം ജാഗ്രതയോടുകൂടി ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവത്തെ നോക്കിക്കാണണം, അതിനെ തള്ളിപ്പറയാൻ തയ്യാറാകണം. തെറ്റായ പ്രചരണങ്ങൾ വ്യാപകമായി നടക്കുന്നു. വീണ്ടും മുസ്ലിങ്ങളെ കുറിച്ച് മോശമായ രീതിയിലുള്ള വാർത്ത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. സാധാരണക്കാർക്കിടയിൽ ഭയം ജനിപ്പിക്കുന്ന ചില പ്രചരണങ്ങൾ നടക്കുന്നു. അതിനെ ജാഗ്രതയോടുകൂടി കാണാൻ ശ്രമിക്കണം. മുസ്ലിം പണ്ഡിത സമൂഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറാകണം. ശരീഅത്ത് നിയമത്തിന്റെ പേര് പറഞ്ഞാണ് ആളുകൾക്കിടയിൽ ഭീതി ജനിപ്പിക്കുന്നത്. തീർച്ചയായും ബംഗ്ലാദേശിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവിടുത്തെ ഭൂരിപക്ഷങ്ങൾ തിണ്ണമിടുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ തള്ളിപ്പറയണം. അവരൊരിക്കലും ഇസ്ലാം മത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളല്ല എന്ന് തന്നെ തുറന്നു പറയാൻ തയ്യാറാകണം. ഏതൊരു അക്രമ സംഭവത്തെയും ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എല്ലാവർക്കും ഇവിടെ ഈ ലോകത്ത് ജീവിക്കുന്നതിനുള്ള അവകാശമുണ്ട്. തീർച്ചയായും ആരുടെയും സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറാൻ പാടുള്ളതല്ല. ആരെയും കൊല്ലാനോ ബലാത്സംഗം ചെയ്യാനോ ഒരു ഇസ്ലാമും എവിടെയും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അവിടെ മതരാഷ്ട്രവാദം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു, ശരീഅത്ത് നിയമം കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെയുള്ള വ്യാപക പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് ജമാഅത്തെ ഇസ്ലാമിക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. നമ്മുടെ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രവർത്തിക്കുന്നതിനുള്ള അനുമതിയുണ്ട്, അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ അവർ കാര്യമായി ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്, മാധ്യമ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളിലൊക്കെ ഒരു മതരാഷ്ട്രവാദം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനയാണെങ്കിൽ ഈ സ്ഥാപനങ്ങളിലൊക്കെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം ജോലിക്ക് എടുത്താൽ മതി. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പല സ്ഥാപനങ്ങളിലും മറ്റിതര മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കുറച്ചു ദിവസങ്ങളായി നമ്മുടെ നാട്ടിലും വളരെ മോശമായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയോട് ആശയപരമായിട്ടുള്ള ചില വിയോജിപ്പുകൾ എനിക്കുണ്ട്. എന്നുവെച്ച് ആ സംഘടന മുഴുവൻ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, അവരുമായി യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല, അവരെ നിരോധിക്കണം, അവരാണ് ബംഗ്ലാദേശിലെ കലാപത്തിന്റെ മുഴുവൻ ഉത്തരവാദികളും അവരാണ് എന്നൊന്നും പറയാൻ എന്നെ കിട്ടില്ല. എന്തായാലും ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരാണെങ്കിലും അതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗത്തിലെ പണ്ഡിത സമൂഹങ്ങൾ, സുന്നിയുണ്ട്, മറ്റിതര വിഭാഗങ്ങളുണ്ട്, ഈ വിഷയത്തെ ഒറ്റക്കെട്ടായി ബംഗ്ലാദേശിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളെ തള്ളിപ്പറയാൻ തയ്യാറാകണം. തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വലിയ വില നൽകേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടലുകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണ്. വംശഹത്യ നടക്കുന്നത് മുസ്ലിങ്ങളെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗസയിലെ സംഭവം തന്നെ എടുത്തു നോക്കുക. ഗസയിൽ കഴിഞ്ഞ 14 മാസം കൊണ്ട് എത്രയോ മുസ്ലിങ്ങളെ ചുട്ടരിച്ചു, കൊന്നുതള്ളി. ഇനിയും അവിടെ ആളുകൾക്ക് വസിക്കാൻ കഴിയാത്ത വിധം ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ അല്ലെങ്കിൽ ഫലസ്തീനെ പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു. എത്രയോ കുട്ടികൾ, അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, പാവപ്പെട്ട പ്രായമായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ, എത്രയോ സ്ത്രീകളെ കൊന്നൊടുക്കി. അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നിരവധി അക്രമ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതുപോലുള്ള അക്രമ സംഭവങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ വഴി നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ വേട്ടയാടലുകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് ഒരു കാരണവശാലും ബംഗ്ലാദേശിലെ അക്രമ സംഭവങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല. എന്തായാലും ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടുകൂടി ബംഗ്ലാദേശിലെ ഈ ഒരു വിഷയത്തെ തള്ളിപ്പറയാൻ, അക്രമ സംഭവങ്ങളെ തള്ളിപ്പറയാൻ തയ്യാറാകണം. ജാഗ്രതയോടുകൂടി അതിനെ വീക്ഷിക്കാൻ തയ്യാറാകണം. നടനും സംവിധായകനുമായിട്ടുള്ള മേജർ രവി സംഘപരിവാർ സംഘടനകളുടെ ഒരു സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഇപ്പോഴുള്ള ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ അവർ കൂടുതൽ ആളുകളിലേക്ക്
അവരുടെ ശബ്ദം എത്തിക്കണം. നമ്മുടെ രാജ്യം ഈ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറാകണം. ലോകം ഈ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറാകണം. ബംഗ്ലാദേശിൽ ഒരു വിഭാഗം ആളുകൾ എന്നാണ് അവർ പറയുന്നത്. ഒരു വിഭാഗം ഏതാണെന്നുള്ളത് നമുക്കറിയാം. ആരെയാണ് ഈ ഒരു വിഭാഗം എന്ന് പറയുന്നത്? എന്തായാലും ആ വിഭാഗം ആരായാലും, ആരാണ് അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്, അവരെ തള്ളിപ്പറയാനും അവർക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കാനും മുസ്ലിങ്ങൾക്ക് കഴിയണം. മുസ്ലിങ്ങളുടെ നിലപാട് അതാണ്, മുസ്ലിങ്ങളുടെ പാരമ്പര്യം അതാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല.